ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം. അധർമ്മികളുടെ ചിന്താഗതി. അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി. മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. അവർ മിഥ്യാസങ്കല്പത്തിൽ മുഴുകി. ജീവിതം ഹൃസ്യവും ദുഃഖകരവുമാണ്. മരണത്തിന് പ്രതിവിധിയില്ല. പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിവില്ല. നമ്മുടെ ജനനം യാദൃശ്ചികമാണ്. ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മാഞ്ഞുപോകും. നാസികയിലെ ശ്വാസം പുകയാണ്. ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത. അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി. ആത്മാവ് ശൂന്യമായ വായു പോലെ അലിഞ്ഞ് ഇല്ലാതാകും. ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും. നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല. ജീവിതം മേഘശകലം പോലെ മാഞ്ഞുപോകും. സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്ന, വെയിലേറ്റ് ഇല്ലാതാവുന്ന മൂടൽ മഞ്ഞു പോലെ അത് നശിക്കും. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നു പോകുന്നു. മരണത്തിൽ നിന്ന് തിരിച്ചു വരവില്ല. അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ്. ആരും തിരിച്ചു വരികയില്ല. വരുവിൻ, ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം. യുവത്വത്തിൻ്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം. മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം. വസന്ത പുഷ്പങ്ങളെയൊന്നും വിട്ടുകളയല്ല. വാടും മുൻപേ പനിനീർ മുട്ടുകൊണ്ട് കിരീടമണിയിക്കാം. സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട. ആഹ്ലാദത്തിൻ്റെ മുദ്രകൾ എവിടേക്കും പതിക്കാം. ഇതാണ് നമ്മുടെ ഓഹരി. ഇതാണ് നമ്മുടെ അവകാശം. നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം. വിധവയെ വെറുതെ വിടേണ്ട. വൃദ്ധന്റെ നരച്ച മുടിയെ മാനിക്കരുത്. കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം. ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു. നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. അവൻ നമുക്ക് ശല്യമാണ്. അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു. നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. അവൻ്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. മാർഗങ്ങൾ അസാധാരണവും